ശ്രീ മോൻസ് ജോസഫ്. സർ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞു എല്ലാ സ്ഥലത്തും മരുന്നുകൾ ലഭ്യമാണ്. ഞാൻ സർ കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം രോഗികൾ തന്നെ അതിൻ്റെ വാതിക്കൽ കുത്തിയിരിപ്പ് നടത്തി പ്രതിഷേധിക്കുന്ന സാഹചര്യം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായി. സാർ, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ MLA-മാർ ഞങ്ങൾ അവിടെ ചെല്ലേണ്ടി വന്നു. സാർ ഞാനൊരു കാര്യം സാർ, ഇത് കേരളം ഒട്ടാകെ നിൽക്കുന്നു എന്നുള്ളൊരു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു രോഗി ബഹുമാനപ്പെട്ട മിനിസ്റ്റർ കത്തയച്ചു. ഏതെങ്കിലും രോഗത്തിന്റെ പേര് പറയാവുന്ന ആ രോഗി എഴുതിയിരിക്കുകയാണ്, ഗുരുതര ശ്വാസകോശ രോഗമായ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസിന് അവിടെ മരുന്ന് മേടിക്കാൻ വേണ്ടി ചെന്നപ്പം അദ്ദേഹം 6 കൂട്ടം മരുന്നിന് വേണ്ടിയാണ് ഡോക്ടർ എഴുതി 6ന്റെയും താഴെ എഴുതി മരുന്ന് അവിടെ ഇല്ലാത്തതുകൊണ്ട് ഇട്ട് അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ്. ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വാതിക്കൽ ആ രോഗി കാണിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രമാണിത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മന്ത്രിക്ക് തുറന്ന കത്തെഴുതിയിരിക്കുകയാണ് മരുന്നില്ലാത്തത് പരിഹരിക്കാൻ. ഒരു കാര്യം സാർ, ബഹുമാന്യരായിട്ടുള്ള പ്രതിപക്ഷ അംഗങ്ങൾ ഇങ്ങനെ പറയുന്നത് ദുഃഖകരമാണ് സാർ. ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ് സാർ. ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ അതിൻ്റെ നടപടിക്രമങ്ങൾ പറഞ്ഞു. KMCL വഴി എസൻഷ്യൽ ഡ്രഗ് ലിസ്റ്റ് വഴി പ്രൊക്യൂർ ചെയ്യുന്ന മരുന്നുകൾ എല്ലാ ആശുപത്രികളിലും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട് സാർ. ഒരു ഉദാഹരണം പറഞ്ഞാൽ സാർ, ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ചോദ്യം ചോദിക്കാൻ മാത്രമല്ല പറയണ്ടേ സാർ? ചോദ്യത്തിന് പകരം പ്രസംഗം അനുവദിക്കില്ല. പോയിന്റ് ക്ലിയർ ആണ്. കണ്ടിന്യൂ സാർ. ഞാൻ പറഞ്ഞത് സാർ, സംസ്ഥാനത്ത് KMCL എസൻഷ്യൽ ഡ്രഗ് ലിസ്റ്റ് വഴി ഓരോ ആശുപത്രിക്കും, അദ്ദേഹം പറഞ്ഞത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അല്ല, കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിലെ ഒരു കാര്യം ഒരു പത്രത്തിൽ വന്ന കാര്യമാണ് പറഞ്ഞത് സാർ. അതിനു മുൻപ് അതേ പത്രത്തിൽ മറ്റൊരു കാര്യം വന്നിരുന്നു സാർ. തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയിൽ 9 മരുന്നുകൾ എഴുതി ആ 9 മരുന്നുകളിൽ ഒരു മരുന്നിന് മരുന്നില്ല എന്നുള്ളതായിരുന്നു തലക്കെട്ട് സാർ. പരിശോധിച്ചു എന്തുകൊണ്ടാണ് ഇത്രയും കൃത്യമായി ഇടപെടുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് പരിശോധിച്ചു സാർ. എന്താണ് ആ വാർത്തയിൽ തന്നെ അതിൻ്റെ അടിക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ടായിരുന്നു 7 മരുന്ന് കിട്ടി, 2 മരുന്ന്, 1 മരുന്ന് എസൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിൽ ഇല്ലാത്തതാണ് സാർ. അതിൽ 1 മരുന്ന് എസൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിൽ ഉള്ളതും എന്നാൽ 100%-ലധികം, ഞാൻ നേരത്തെ പറഞ്ഞ 100% കൊടുത്തു, 25% അധികം കൊടുത്തു, അങ്ങനെ 125% സപ്ലൈ ചെയ്തതിന് ശേഷമുള്ളതാണ് സാർ. സാർ, ഒരു കാര്യമാണ് ഞാൻ ഈ സഭയിൽ പറഞ്ഞത്. എസൻഷ്യൽ ഡ്രഗ് ലിസ്റ്റ് പ്രകാരമുള്ള മരുന്നുകൾ ആശുപത്രികളിൽ ഉണ്ടെന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട്. എസൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിൽ ഇല്ലാത്ത മരുന്നുകൾ ഡോക്ടർമാർ എഴുതിയാൽ അത് പ്രാദേശികമായി പ്രൊക്യൂർ ചെയ്ത് കൊടുക്കുന്നതിനുള്ള നടപടികൾ KMCL അത് മാത്രമേ സാധിക്കുകയുള്ളൂ സാർ. ഒരു മരുന്ന് എഴുതിയാൽ അപ്പോൾ തന്നെ അത് വാങ്ങിച്ചു കൊടുക്കുന്നതിനുള്ള നടപടി ഈ എസൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിലൂടെ കൊടുക്കാൻ കഴിയുകയില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സാർ, ജനറിക് നെയിമുകൾ ഡോക്ടർമാർ എഴുതണമെന്നുള്ളത് വളരെ കർശനമായി നിർദ്ദേശം കൊടുക്കുകയാണ് സാർ. ഉദാഹരണം പറഞ്ഞാൽ പാൻടോപ്പ് വളരെ സാധാരണമായിട്ട് ഉപയോഗിക്കുന്നതാണ്. എന്നാൽ ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള ഒരു കുറിപ്പിൽ കണ്ടത് പാൻടോപ്പ് ഇല്ല എന്നുള്ളതാണ് സാർ. ലക്ഷക്കണക്കിന് രൂപയുടെ ക്യാപ്സ്യൂൾസ് അവിടെ ഇരിക്കുമ്പോഴാണ് പാൻടോപ്പ് ഇല്ല എന്ന വാർത്ത വന്നത് സാർ. ജനറിക് നെയിം എഴുതണം എന്നുള്ളത് ഇൻസിസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അത് കേരള സംസ്ഥാനം മാത്രമല്ല, നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ മാനദണ്ഡപ്രകാരവും കേരള മെഡിക്കൽ കൗൺസിലിന്റെ മാനദണ്ഡപ്രകാരവും അത് എഴുതേണ്ടതായിട്ടുണ്ട് സാർ. ആരോഗ്യ വകുപ്പ് ഒരു കാര്യം ഉറപ്പാക്കുന്നുണ്ട്, എസൻഷ്യൽ ഡ്രഗ് ലിസ്റ്റ് പ്രകാരമുള്ള മരുന്നുകൾ ആശുപത്രികളിൽ ഉണ്ടെന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട്. ഈ എസൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിൽ ഇല്ലാത്ത ഏതെങ്കിലും മരുന്നുകൾ ബഹുമാന്യരായിട്ടുള്ള പ്രതിപക്ഷാംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ തീർച്ചയായിട്ടും അത് അവിടെ എത്തിക്കുന്നതിനും ഇടപെടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്.